വലിയ വലിയ ആൾക്കാരല്ലേ? ഏയ് മൂപ്പര് വലിയ ബിസിനസ്മാൻ ആണെങ്കിലും മൂപ്പർക്ക് അങ്ങനെ ഒന്നും ഇല്ലാട്ടോ. അല്ല, 2 ദിവസമല്ല ഇപ്പൊ കണ്ടിട്ട്. അത് ഞാൻ അവിടെ ആയിരുന്നു, മൂരാജിപ്പേട്ട്. ഇപ്പൊ സീസണാണല്ലോ, കൃഷിന്റെ വിളവെടുപ്പിന്റെ ടൈമാണല്ലോ. ഇനി കൂടുതൽ സമയം ഞാൻ അവിടെ ആയിരിക്കും. എല്ലാത്തിനും നമ്മളൊരാളിനെ വേണല്ലോ. കാശ് കൊടുത്ത് വാങ്ങിപ്പോയില്ലേ. ഇതിലും ഭേദം കൗത്തിന് കത്തിക്കാടാ. അവളാക്കാ, ആ കത്തിയൊന്നും എടുത്തൊടുത്താണി. ഷബീറേ, ഇങ്ങോട്ട് വാ. ഞാനിപ്പോ വരാം. പറഞ്ഞ പറ്റൂല. ജിർക്ക് ജിർക്ക് വിടുന്ന്. ജിർക്ക് ഓൻ്റെ അടുത്തേക്ക് അങ്ങനെ പോകാൻ പറ്റൂല. ഓനോട് അങ്ങനെ അടുക്കാനും പറ്റില്ല കേട്ടോ. ഇല്ല, ഞാൻ അടുക്കൂല. അയാൾ ഇന്നലെ എന്നെ അന്വേഷിച്ചു വന്നതാ. ഞാനൊന്ന് പോയി നോക്കട്ടെ. അല്ല, പോവാണെങ്കിൽ പോയിക്കോ, പക്ഷേ ചായന്റെ പൈസ അതാണോ പ്രശ്നം? കൊടുക്കണം. അതാകാ, ആ പൈസ ഞാൻ തരട്ടോ. അനക്ക് എത്ര ഏക്കറെ മരുന്ന് കൃഷി എന്ന് പറഞ്ഞ്? 100 ഏക്കറാ. എവിടെയാ പറഞ്ഞ്? അത് മൂരാച്ചിപ്പേട്ട കണ്ടാ പറയും. ഇതോ അത് ഞാൻ പയ്യ വേസ് എടുക്കാൻ പറഞ്ഞ. നീ എവിടെ ഷബീർ? എന്നാ ശരി, എന്നെ ചോദിച്ചോന്ന് കേട്ട്. അല്ലടി ചങ്ങായി, ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? അനക്കൊന്ന് പച്ച പിടിക്കണ്ടേ? എനിക്ക് മനസ്സിലായില്ല. വളച്ചു കെട്ടാതെ തന്നെ കാര്യം പറയാലോ. നിന്റെ ട്രാവൽസിൽ കുറച്ച് പേപ്പർ വന്നു. നല്ല പേപ്പറാ, സൗദിക്ക്. കുറച്ച് പൈസ മതി. എന്താ നോക്കുന്നോ? അതിപ്പോ പെട്ടെന്ന് ജബ്ബാർക്കാ. വേണ്ട, പെട്ടെന്ന് പറയണ്ട. ഒന്ന് ആലോചിച്ച് നാളെ പറഞ്ഞാൽ മതി. പിന്നെ 1500 റിയാൽ സാലറി ഉണ്ട് കേട്ടോ. ഏകദേശം ഇവിടുത്തെ ഒരു 18,000 രൂപ വരും. എന്ത് പണിയാണത്? നിക്ക്, ശരിക്ക് 60 രൂപയെ പേപ്പറിന് വില വരുള്ളൂ. 3 മാസം പണിയെടുത്താ ആ പൈസ മുതലായി. പിന്നെ പണി എന്താന്ന് വെച്ചാല് ഇവിടെ അധ്വാനിക്കണത്രൊന്നുമില്ല. ഒട്ടകത്തിന് പുല്ലിട്ട് കൊടുക്കണ പണിയാ, അത്രേ ഉള്ളൂ. എങ്ങനെ? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. നിങ്ങളിപ്പോ ഒട്ടകത്തിന്റെ ഫാമൊക്കെ പോണത്, ഒരു ദിവസം 1 ലോഡ് പുല്ല് വരും. അതിറക്കി ഓരോന്നിനും ഇട്ട് കൊടുക്കുക, അത്ര തന്നെ. അതിനിപ്പം എന്താ എത്ര പണി? മാക്സിമം ഒരു ദിവസം 4, 5, 6 മണിക്കൂർ ഡ്യൂട്ടി, അത്രേ ഉള്ളൂ. അതല്ല പ്രശ്നം ജബ്ബാർക്ക. ഈ 60 ഉറുപ്പ്യ എന്നൊക്കെ പറഞ്ഞത്, ഞാൻ ഇപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല. ഇനി എന്നേക്കാ ഷബീറെ, ഇതൊക്കെ അങ്ങനെ നീട്ടി വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇവിടെ ഇങ്ങനെ തിരിഞ്ഞു നടന്നാൽ നിനക്ക് എന്തെങ്കിലും മിച്ചം വരുമോ? അത് ശരി തന്നെ. പേപ്പറിനെ പറ്റി ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ല. പക്ഷെ കാശിന്റെ കാര്യാ. അതൊക്കെ എവിടെന്നെങ്കിലും തിരിയണം ഷബീറെ. ഇവിടുന്ന് എത്ര ആൾക്കാർ ദിവസം ഗൾഫിൽ പോകുന്നു? അവരൊക്കെ കാശുള്ളവരായിട്ടാ? വല്ല സ്വർണ്ണോ വസ്തുക്കളോ ഒക്കെ പണയം വെക്കണം. 3 മാസത്തിനല്ലേ ഉള്ളൂ. ഞാൻ വീട്ടുകാരോടൊന്ന് അഭിപ്രായം ചോദിക്കട്ടെ, ഞാൻ പറയാം. പിന്നെ എനിക്ക് പൈസ ഒപ്പിക്കാൻ അത്ര റിസ്ക് ആണെങ്കിൽ കാശ് ഞാൻ വാങ്ങിത്തരാം. അതിന് പറ്റിയ ആളിൻ്റെ കയ്യിലുണ്ട്. എങ്ങനെ? അതപ്പോൾ തനിക്ക് ആവശ്യമുള്ള പണം എത്രയെന്ന് വിചാരിച്ചാൽ അത് അയാളോട് വാങ്ങുക. എന്നിട്ട് ആ പൈസക്ക് ഇത്രയെന്ന് പറഞ്ഞാൽ 1 മാസത്തിനോ 2 മാസത്തിനോ കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുക. ഒരു 60 രൂപ വാങ്ങുകയാണെങ്കിൽ ഒരു 75 രൂപ തിരിച്ചു കൊടുക്കേണ്ടി വരും. എന്നാലെന്താണോ നമ്മളെ കാര്യം നടക്കൂലേ? ജബ്ബാർക്ക, ഞാൻ ആലോചിച്ചിട്ട് പറയാം. ആലോചിച്ചോ, പെട്ടെന്ന് തന്നെ പറയണം കേട്ടോ. എന്നാ ശരി. എന്നാ ഞാൻ പോയി വരാം കേട്ടോ. ഈ ഉമ്മത് എന്തായി പറയണേ? ഗൾഫ് പോവാറിനത് ഇത് ആദ്യ സംഭവം. കുഞ്ഞിക്ക പോയ ഞങ്ങൾക്കാരല്ല. അതിനിവിടെ എത്ര ആളുണ്ട്? കുഞ്ഞാക്കണ്ട്, ചാപ്പണ്ട്, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങോട്ട് തന്നെ വരല്ലേ. എന്നിട്ട് പൈസന്റെ കാര്യമൊക്കെ എന്താ ചെയ്യണേ? അതൊക്കെ ജബ്ബാർക്ക് ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര ദിവസത്തിന് വേണമെങ്കിലും ക്യാഷ് കിട്ടും. പിന്നെ കൊടുക്കുമ്പോൾ 1, 2 അധികം കൊടുക്കേണ്ടി വരും. എന്നാലും മോനെ, കുഞ്ഞാക്ക വരട്ടെ. കുഞ്ഞാക്ക വന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ടൊക്കെ മതി. ഇതിലൊക്കെ എന്താ അന്വേഷിക്കാനാ? ഓനേതായാലും ഈ നാട്ടുകാരനല്ലേ. ഓനിത് കഴിഞ്ഞാൽ നമ്മളെ മുഖത്തേക്ക് തന്നെ നോക്കണ്ടേ. എന്നാലും കുഞ്ഞാക്ക അങ്ങനല്ലല്ലോ, ഇപ്പോഴത്തെ കാലല്ലത്. സൈനബ, ഇജ്ജ് ബേജാറാണ്ട. ഓനിപ്പോഴും ആ ചെറിയ കുട്ടിയൊന്നുമല്ല. ഓന് ബുദ്ധി വിവേകമൊക്കെ ആയില്ലേ. ഞാൻ എൻ്റെ സമാധാനത്തിന് ഞാനൊന്ന് അന്വേഷിക്കാം. എടാ, ഇജ്ജ് കാണിച്ച ഏതായാലും നന്നായി. ഇജ്ജ് ഏതായാലും ഒന്ന് അക്കരെ പോണം. എനിക്ക് ചെലവ് മാത്രം നോക്കിയാൽ പോരല്ലോ. എനിക്കൊരു പെങ്ങള് കെട്ടിക്കല്ലേ. ഞങ്ങളൊക്കെ ഏതായാലും തിരിഞ്ഞു മറിഞ്ഞു ഇങ്ങനെ ആയി.
ഇജ്ജ് അങ്ങനെ ആയാ പോരാ. കുഞ്ഞാക്ക ചായ. പിന്നെ ബേബീന്റെ പനി എന്തായി? വേദനയൊക്കെ എപ്പോഴും ഉണ്ടോ? ആ പനിയൊക്കെ അങ്ങനെ മാറിയാണ്. വേദനക്കൊരു കുറവുമില്ല. മങ്കടത്തെ മരുന്ന് തന്നെയല്ലേ ഇപ്പോഴും? ആ അതന്നെ. പറഞ്ഞിട്ടെന്താ കാര്യം? ഇപ്പൊ മങ്കടക്കാർക്കും പിടിച്ചാ കിട്ടാത്തോടത്ത് എത്തിക്കണ് ഈ വേദന. ഈ ചോനൊന്ന് കാണ്ടിനി ആ ജബ്ബാറിനെ. കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കണല്ലോ. വൈകുന്നേരം അങ്ങാടി ഉണ്ടാവും. ആ മതി. എന്തൊക്കെയാടാ എളാപ്പാന്റെ വർത്താനം? എളാപ്പ വിളിക്കലൊക്കെ ഉണ്ടോ? ആ എളാപ്പ ഇന്നലെ വിളിച്ചീനി. അപ്പൊ പിന്നെ ഇങ്ങനെ പറഞ്ഞു. ആ അറബി എന്തൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. ഞാനും എന്റെ അമ്മോനാ ഇവിടെ ഓ അടുത്തന്നെ. എനിക്കറിയാം. നിങ്ങളെടുത്താലേ വിസല്ലേ? എത്തപ്പതിന്റെ കോലം. ഇവനിപ്പോ ഗൾഫിനെ കുറിച്ചൊരു പുണ്ണാക്കും അറിയില്ല. പിന്നെ ഞാനിപ്പോ ഇതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വിചാരിച്ചാ എനിക്കുണ്ടോ വല്ലതും? അല്ല എന്നാപ്പ ഇത് പോകാനാകാ? അത് നമുക്ക് പെട്ടെന്ന് ശരിയാക്കാം. പിന്നെ പൈസന്റെ കുറച്ച് കുറവുണ്ടേ. അത് വിഷയാക്കണ്ട. അത് ഞാൻ ഷബീറിനോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ ഓൻ പറഞ്ഞ്. പിന്നെ ആ കാശ് തരുന്ന ആളെ നമുക്കൊന്ന് കാണണല്ലോ. ഞങ്ങളാണല്ലോ പറഞ്ഞ് ശരിയാക്കേണ്ടത്. അതിനെന്താ, നിങ്ങൾ നാളെ രാവിലെ ട്രാവൽസിലേക്ക് പോന്നോളി. ഞാൻ ഓൻ അങ്ങോട്ട് വരുത്തിക്കാം. എന്താ പോരെ? ആ അത് മതി. ഞങ്ങളവിടെ വരാം. എന്നാ അങ്ങനെ ആക്കല്ലടാ. എന്നാ ഇൻഷാ അല്ലാ നാളെ ആ കാണാം. ഓക്കെ ശരി. ആ നാസറേ, അനക്കൊരു കോളുണ്ട്. എന്ത് കോള്? എൻ്റെ വിസക്ക് ഒരാളുണ്ട്. പക്ഷെ ഓൻ്റെ കയ്യിൽ പൈസ അല്ല. ഞാൻ എന്നോട് കുറച്ച് പൈസ തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഓനോട്. അല്ല ആരെ കാര്യം ജി പറയണേ? നമ്മളെ മരിച്ചുപോയ തെക്കേലെ ബീരാങ്കൻ്റെ മകല്ലേ ഷബീർ, ഓൻക്ക്. അതിന്റെ കയ്യിൽ 10 പൈസ അല്ലല്ലോ ഇപ്പം. വേണ്ട, ഞാൻ തന്നാ പോരെ. ഇജ്ജ് കൊടുക്കണമാതിരി നിന്ന് തന്നാ മതി. ഇൻട്രസ്റ്റ് 5 or 10 ആണെങ്കിൽ ഇജ്ജ് അധികം പറഞ്ഞോ. ഏതായാലും ഈ കാര്യത്തിൽ എനിക്ക് മെച്ചുണ്ടാവും എന്ന് കൂട്ടിക്കോ. ഇജ്ജ് ഏതായാലും നാളെ രാവിലെ ട്രാവൽസിലൊന്ന് വാ. ഒരു രാവിലെ അവിടെ വരും. ആ പെണ്ണുങ്ങൾ സുഖല്ലാതെ കിടക്കാണ്. അവിടെ കച്ചവടക്കാന്നിട്ട് കുറച്ചായി. ഏതായാലും വിശദമായിട്ട് ഞാൻ രാവിലെ ട്രാവൽസിൽ നിന്ന് പറഞ്ഞുതരാം. എനിക്ക് സമയമല്ല, എനിക്ക് കാവനൂർ വരെ ഒന്ന് പോകണം. എന്തേ? ഒരു പേപ്പർ അങ്ങോട്ടും ഉണ്ടേ, എന്നാ കാണാം. അല്ല അതും അങ്ങനത്തെ കേസ് തന്നെയാണോ? അതല്ല. അല്ലെങ്കിൽ എന്റെ വീട്ടിൽ ഞാൻ കയറാം. ആ നിക്ക് നിക്ക്. അയ്യോ ആ നിക്ക്. ആ ഓ ഓരോ അമുക്കള്. ആ നിക്ക് 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 ബോസേ. നിക്കടാ. നിക്ക് 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 നിക്ക്. ഞാനുണ്ട്. അല്ലോ അല്ലോ എന്റെ പുറം പൊളിഞ്ഞോ. എന്നെ കൊന്നോ. എന്നെ കൊന്നല്ലോ. സാർ, സാർ, വല്ലതും പറ്റിയോ? എന്റെ പുറം. സാർ എന്തെങ്കിലും പറ്റിയോ? ഒന്നും പറ്റിയില്ല. ഇല്ലേ ഒന്നും പറ്റിയില്ലാന്നേ. നമുക്ക് ആശുപത്രിക്ക് പോവല്ലേ? ആ എനിക്ക് ആശുപത്രി ഒന്നും പോകണ്ട. എനിക്ക് വീട്ടിൽ പോയാൽ മതി. സാറിന്റെ വീട് എവിടെ? കുറച്ചപ്പുറത്താ. ഇന്നിവിടെ നായിന്റെ മക്കളും ഇല്ല, അല്ലെങ്കിൽ ആണ് പെരിക്കിരിക്കണ്. ആരാ? വണ്ടി പെട്രോൾ സ്റ്റേഷനിലേക്ക് ഇട്ടോളൂ. എന്ത്? ഒന്ന് വേഗം സ്ഥലം വിടടേ. സാർ ആരും കാണില്ലല്ലോ. ഒരു പഹയന് മുന്നിക്ക് ഒന്ന് ചാടാന്നാ മതിയേനി. ഈ ഷബീറിന്റെ വീടേതാ? നീ ഏതാ? ഇവിടെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഷബീറിന്റെ വീട് വരാന്നതാ. അവനെ കണ്ടിട്ട് ഒരാവശ്യം ഉണ്ടായിരുന്നു. നീ ഏത് നാട്ടുകാരനാ? കാവനൂര്. കാവനൂരോ? അത് കുറച്ച് പ്രശ്നം പിടിച്ച ഏരിയയാണല്ലോ. കഴിഞ്ഞ മാസം ഞങ്ങളുടെ ഫുട്ബോൾ ടീമിനെ നിങ്ങൾ ചെറുതായൊന്ന് തല്ലിന്നൊക്കെ കേട്ട്. ഇജു ആ കൂട്ടത്തിലുണ്ടോ? ഇല്ല സാർ, ഞങ്ങളിങ്ങനെ പണിയൊക്കെ എടുത്ത് ജീവിച്ചു പോകുന്ന ആൾക്കാരാ. പ്രശ്നം ഉണ്ടാക്കാന്നാ തനിക്ക് കൊള്ളാം. വീടൊക്കെ ഞാൻ കാട്ടിത്തരാവാ. സാർ എന്താ ചെയ്യുന്നത്? ആ അതെ, ഞാൻ ചെറിയ ചെറിയ ബിസിനസ് ഒക്കെ ചെയ്തിങ്ങനെ പോവാണു.
എവിടെ ബിസിനസ്? ആ പല സ്ഥലത്തുണ്ട്. ജീവിച്ചു പോണ്ടേ. ബിസിനസ് എന്ന് പറയുമ്പോ കന്നുകാലി ഫാമുണ്ട്, പിന്നെ ആട്, പശു, പോത്ത്, എരുമ, പെരിശായി, സത്യമായിട്ട് ഇതൊക്കെ ഉണ്ട്. പിന്നെ മൂരാച്ചിപ്പേട്ടയിലൊരു 100 ഏക്കറ മരുന്ന് കൃഷി, പിന്നെ തൊക്കിലങ്ങാടി ഒരു 50 ഏക്കറ കൂൺ കൃഷി. ഇതൊക്കെ എന്ത് ചെയ്യുന്നു? കയറ്റയക്കലായിരിക്കും. ഏയ് എന്തിന്, കോട്ടക്കൽ ആര്യവൈദ്യശാല, പാലീത്ത കഷായാശുപത്രി, ഇവരൊക്കെ നമ്മളെ ആശ്രയിച്ചല്ലേ ഇപ്പം നിൽക്കുന്നത്. പിന്നെ കൂൺ കൃഷി, അതിപ്പോ ഞാൻ ഒതായിക്ക് നെറ്റ് വഴി അയക്കലാണിപ്പോ പതിവ്. പിന്നെ എന്തിനു കയറ്റിയാക്കണം? ഞാനൊരു സത്യം പറയട്ടെ? പറഞ്ഞോളൂ, സത്യം മാത്രമേ പറയാവൂ, ഒരിക്കലും കളവ് പറയരുത്. ഞാൻ കളവ് പറയില്ലല്ലോ, പറയൂ. ഇത്രയൊക്കെ കോടീശ്വരനായിട്ടും സാറിന്റെ മുഖത്ത് ഒരഹങ്കാരവും കാണുന്നില്ല. അതാണ് എനിക്ക് അത്ഭുതം. ഇതൊക്കെ എന്തിരടേ? ഇതുവരെ ആയിട്ടും ഞാൻ സാറിന്റെ പേര് ചോദിച്ചില്ല. അതിനെന്താ, ചോദിച്ചോളൂ. പേരെന്താ? എൻ്റെ പേര് മുഹമ്മദ് അത്തീദ്. ചിലരെന്നെ കുഞ്ഞുട്ടിയേന്നും വിളിച്ചു. അവിടെ ചോട്ട്, അതാണ് ഷബീറിൻ്റെ വീട്. ഓക്കെ. ഇതന്നല്ലേ ഷബീറിന്റെ വീട്? ആ അതെ. ഉമ്മ, കുഞ്ഞിക്കാനെ കാണാൻ ആരോ വന്നിക്കണ്. കേറിയിരിക്കെ. മനസ്സിലായില്ല. ഞാൻ കാവനൂരിന്നാ. ഷബീറിനെ കാണാൻ വന്നതാ. ഓൻ ഗൾഫ് പോകാൻ നിൽക്കല്ലേ? അതെ. ഞാനും ആ വിസക്ക് തന്നെയാണ് പോണ്. അതിനെ പറ്റി ചോദിക്കാൻ വന്നതാ. ഇരിക്കട്ടങ്ങള്, ഞാൻ അവനെ വിളിക്കാൻ പറയാം. എടി ഒന്ന് പോയോക്ക. എന്താ പേര്? ഷമീർ. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഇല്ല, ഇവിടെ വണ്ടി ഇറങ്ങിയപ്പോൾ ഒരാളെ കണ്ട്. അയാളും ഇങ്ങോട്ട് തന്നെ ആയിരുന്നു. എന്താ അതീത്കേ മൂപ്പരേ? അത്തേതോ? അത് പാരാ? ദേ ഇവിടെ തന്നെ ആളെ വീട്. ഈ മരുന്ന് കൃഷിയൊക്കെ ചെയ്യണ ഒരു കന്നുകാലി ഫാമൊക്കെ ഉണ്ട് മൂപ്പർക്ക്. നിങ്ങളെ പെട്ടെന്ന് അയാൾക്ക് മനസ്സിലായല്ലോ. അതാ ഞാനും ആലോചിച്ചത്. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. കുറെ നേരമായി വന്നിട്ട്. ഇല്ല, ഇപ്പൊ വന്നിട്ടുള്ളൂ. ഇരിക്കി. എന്താ ചെയ്യണേ? ഞാനിവിടെ കൂപ്പിലും തോട്ടത്തിലൊക്കെ പണിക്ക് പോവും. ഇന്ന പണിയൊന്നുമില്ല. പിന്നെ എന്താ നിങ്ങളാണ്? പെയിന്റിങ്ങിന്റെ പണിക്കൊക്കെ പോലായിരുന്നു. എനിക്കതിന്റെ സ്മെല്ല് തീരെ പറ്റണില്ല. ചായ കുടി. അങ്ങനെയൊക്കെ ആയപ്പോ അല്ല, ജബ്ബാർക്ക് നിന്നോട് എന്താ പറഞ്ഞത്? എന്നോട് 10 ദിവസത്തിനുള്ളിൽ കയറാന്നാ പറഞ്ഞേ. നിങ്ങളോട് അങ്ങനെയല്ല പറഞ്ഞേ? ആ അതെ, അങ്ങനെ തന്നെ. പിന്നെ പൈസ കൊടുത്തോ? കുറച്ച് കൊടുത്തു, ബാക്കി അപ്പം കൊടുക്കണം. അല്ല, വീട് കണ്ടെത്താൻ ബുദ്ധിമുട്ടിയോ? ഇല്ല, അതൊരാൾ കാട്ടിയെന്നു. ആരാ സെബി അത്തേത്? ഉമ്മാക്ക് തിരിഞ്ഞില്ല. ആ വെളുത്ത് ഇന്നൊക്കെ ചെയ്തേ. ആ അത് വേറെ ആരും അല്ലമ്മ, ആ നമ്മളെ ഔക്കറ. ഔക്കറോ? ആ ഓപ്പ പേരൊക്കെ മാറ്റിന്ന് പറഞ്ഞെടുക്കുക. ആ മൂപ്പര് വേറെന്തേലും പറഞ്ഞോ? എന്തോ മരുന്ന് കൃഷിയോ കന്നുകാലി ഫാമോ. എവിടെ, ഒരു കാലി ചായക്കുള്ള ക്യാഷ് പോലും അവൻ്റെ അടുത്തില്ല. എന്നിട്ടാ എന്ത് പറയാനടാ, പടച്ചോന്റെ ഓരോ പരീക്ഷണേ. എന്നാ ഞാൻ ഇറങ്ങിയാലോ? പോവാണോ? ചോറ് വെച്ചിട്ട് പോയാ പോരെ? ഇല്ല, ഞാൻ പിന്നെ ഒരു ദിവസം വരാം. എന്നാ ശരി, അസ്സലാമു അലൈക്കും. ആ വലൈക്കും സലാം. ആ ശുക്രേ, ആ ഓടിയില്ലടാ. ആ ഞാനിതിരെ ഓടേന്നു. ഞാനേ ഉമ്മാക്കൊരു മരുന്നായിട്ട് വന്നതാ. അല്ല, ഇന്ന് ഈ പണിക്കോയില്ലേ? ഇല്ല, ഇന്ന് പണിക്ക് പോയില്ല. പിന്നെ ശുക്രേ, ഒരു പേപ്പർ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മിക്കവാറും പെട്ടെന്ന് പോകും. ആഹാ, എങ്ങോട്ടാടാ? ആ സൗദിക്കാ. തന്നെ ജബ്ബാന്റെ പേപ്പറാ? ആ അതെ. വെറുതെ അല്ല അന്നോൻ 2-3 ദിവസമായിട്ട് തെരഞ്ഞെടുക്കണേ. ആ നല്ല പേപ്പറാണോ? അന്വേഷിച്ചിട്ട് കുഴപ്പമില്ലാന്നാ തോന്നണ്. പിന്നെ അന്റെ പോക്ക് ഞാൻ മുടക്കാണെന്ന് വിചാരിച്ചത്. ജബ്ബാർ എനിക്ക് ശരിക്കും അറിയില്ലേ? അതെന്താ ശുക്ര നീ അങ്ങനെ പറയണേ? വേറൊന്നുമല്ല,
ഇവിടെ പലരെയും ഓൻ വഞ്ചിച്ചിണ്. നാട്ടുകാരനാന്നില്ല ഈ നോക്കണ്ട, ശരിക്കും അന്വേഷിച്ചോ. പിന്നെ എന്ത് പേപ്പറാടാ അത്? അത് എടാ നീ അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് പേടിയാവുന്നു. അത് ഒട്ടകത്തിന്റെ ഫാമക്കാന്നാ പറഞ്ഞത്. അതിപ്പം ഒട്ടകത്തിന് പുല്ലിട്ടെടുക്കണ പണിയാന്നാ പറഞ്ഞ്. എന്തൊക്കെ സാലറി? 1500 റിയാൽ ഒക്കും അങ്ങനെ പറഞ്ഞ്. ഒട്ടകത്തിന് പുല്ലിട്ട് കൊടുക്കണേനോ? ഇവിടെ ഓഫീസിൽ ഇരിക്കണോ തന്നെ 1000 റിയാൽ ശമ്പളം വെക്കണില്ല. ഷബീറെ, ഇത് അന്നോ പറ്റിച്ച? ശുക്രോ നമ്മോടാ ചെയ്യടാ. ഓനോ? അതും അതിന്റെ അപ്പുറം ചെയ്യും. ഓന് നാട്ടുകാർ ബന്ധുക്കളൊക്കെ കണക്കാം. ഹലോ, ശുക്രജി പറഞ്ഞൊക്കെ. നമുക്ക് പിന്നെ സംസാരിക്കാം, ഞാൻ വരാം. സജിന, ഞാൻ നാട്ടിലേക്കാ, കേറിക്കോ. ഇന്ന് ഒറ്റക്കാണോ? ആരുല്ലേ? ഇവിടം വരെ റംല ഉണ്ടായിരുന്നു. പിന്നെ ഷബീർ ഗൾഫിൽ പോവായിട്ടല്ലോ. അപ്പൊ എന്റെ കാര്യം എന്താവും? ആര്? ഷബീറോ? അപ്പൊ നീ അറിഞ്ഞില്ല? എന്നോട് പറഞ്ഞിട്ടില്ല? എന്നോട് സൂചിപ്പിച്ചിരുന്നു. ഉടനെ പോകുന്ന തോന്നണേ. അല്ലെങ്കിൽ ഇപ്പോ അങ്ങോട്ട് പാഞ്ഞിട്ട് എന്താ കാര്യം? ശരിക്കാണെങ്കിൽ ഇവിടെ എന്നാ പോരെ. എങ്ങോട്ടാ? ഞാൻ അങ്ങാടി വരാം. ഞാൻ ചിലതൊക്കെ കേട്ടു. എന്താ, സത്യാണോ? എന്ത്? ആളെവിടെ നിന്ന് തടിയെടുക്കാണെന്ന് കേട്ടു. എന്താ എന്നോട് പറയാത്തെ? അത് സജന, ഒന്നും പറയാനായിട്ടില്ല. എന്നോടും ആയിട്ടില്ല. അത് ശരിയായിരുന്നു, പക്ഷെ ഒന്നും കൂടി ആലോചിച്ചിട്ട്. അതെന്താ ഷബീർക്ക, അന്വേഷിച്ചില്ല? അന്വേഷിച്ചു. പിന്നെ നമ്മുടെ അടുത്ത ആൾക്കാരൊക്കെ അതും ഇതൊക്കെ പറയുമ്പം നമ്മൾ കേൾക്കണതല്ലേ പലരും വഞ്ചിക്കപ്പെടുന്നൊക്കെ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഷബീർക്ക. ആരാ ഷബീർക്കാനോട് ഇതൊക്കെ പറഞ്ഞേ? ശുക്കൂർ പറഞ്ഞു ആ ട്രാവൽസാറിന് അത്ര ശരിയല്ല. അയാൾ പലരെയും. വേറെ ആരെങ്കിലും പറഞ്ഞോ? എന്നാലും വേറെ ആരും പറയില്ല. ഷുക്കൂറിനെ ഷബീർക്കാക്ക് ശരിക്കും അറിയുന്നതല്ലേ? എനിക്കറിയാം, ഷബീർഖാന്റെ പല കാര്യത്തിനും അവനൊരു തരം അസൂയയാ. എന്തിന്? നമ്മൾ രണ്ടുപേരും അടുത്തപ്പോഴും നമ്മളെ വേർപിരിക്കാൻ അവന്റെ ആവേശം കണ്ടതല്ലേ? എനിക്കുറപ്പായിരുന്നു അവൻ തന്നെ ആയിരിക്കുമെന്ന്. എന്നോട് ഈ കാര്യമൊക്കെ പറഞ്ഞത് അവനാ. അവൻ എന്നെ കണ്ടോ? എന്തിനാന്നറിയോ ഞാനിത് മുടക്കാൻ? അവന്റെ വിചാരം ഞാൻ ഷബീർഖാനോട് പോണ്ടാന്ന് പറയുന്ന. ഞാനൊന്ന് പറയട്ടെ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, നിങ്ങൾ പോണം. ഒന്നും സംഭവിക്കില്ല, ഞാനാ പറയുന്നത്. എന്നെ വിശ്വാസമില്ല? ഞാനൊന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? ഷബീർക്ക രക്ഷപ്പെടും. അതിന് നിങ്ങൾ പോണം. പോകും, എനിക്കുറപ്പാ. എന്നാലും അവൻ ഇത്രക്ക്. എന്താ, ഞാൻ പറഞ്ഞത് വിശ്വാസല്ലേ? അതല്ല. ഒന്നും സംഭവിക്കില്ല. പിന്നെ പോയി വലിയ ആളാവുമ്പോ എന്നെ മറക്കരുത്. ഞാൻ കാത്തിരിക്കും എന്റെ അവസാന ശ്വാസം വരെ. ഇതവിടെ എത്തിയിട്ട് ആ നാസറിനാണ് കൊടുത്താൽ മതി. ഡ്രസ്സൊക്കെ ഈ അറയിലുണ്ട്. പാസ്പോർട്ടും പിന്നെ വിസയും അപ്പുറത്ത് അടിയിലും ഉണ്ട്. അമ്മ സൂറ, അമ്മ ഏളേമ്മ, എല്ലാവരോടും എന്നാ ഞാൻ പോയേരട്ടോ. അമ്മ അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ഞാൻ പോയേരട്ടടാ.
ചുരിദാർ മേക്കിംഗ്, ഡ്രൈ ക്ലീനിംഗ് രംഗത്ത് 10 വർഷത്തെ സേവന പാരമ്പര്യമുള്ള അസ്മാസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അസ്മാസ് ബ്യൂട്ടി പാർലർ. ഫേഷ്യലിംഗ്, ബ്ലീച്ചിംഗ്, ഹെയർ ഡ്രസ്സിംഗ്, ഹെയർ സെറ്റിംഗ്, പിമ്പിൾ ട്രീറ്റ്മെന്റ്, ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ്, ബ്രൈഡൽ മേക്കപ്പ്, അരിമ്പാറ പോകാനുള്ള ട്രീറ്റ്മെന്റ്, വേദനയില്ലാതെ കാതുകുത്തൽ, പരിചയസമ്പന്നരായ ബ്യൂട്ടീഷ്യന്മാരുടെ സേവനം, വിദേശ നിർമ്മിത ഹൈടെക് സജ്ജീകരണങ്ങൾ, 100% ഹെർബൽ ഉൽപ്പന്നങ്ങൾ, ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടി സ്ത്രീ സൗന്ദര്യത്തെ തഴുകിയുണർത്താൻ അസ്മാസ് ബ്യൂട്ടി പാർലർ, KPM-ന് മുകളിൽ, അരീക്കോട്. ഫോൺ 9846-251-530. അസ്മാസിലേക്ക് വരൂ, നിങ്ങളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടും. സ്റ്റാർ മോട്ടോഴ്സ്, സ്റ്റേഡിയത്തിന് മുൻവശം, അരീക്കോട്. നിങ്ങളുടെ വാഹനങ്ങൾ വിൽക്കുവാനും വാങ്ങുവാനും ബന്ധപ്പെടുക. സ്റ്റാർ മോട്ടോഴ്സ്, സ്റ്റേഡിയത്തിന് മുൻവശം, അരീക്കോട്. ഏതു വാഹനങ്ങൾക്കും ഫൈനാൻസ് സൗകര്യം ലഭ്യമാണ്. പ്രൊപ്രൈറ്റർ ഷമീർ. സ്റ്റാർ മോട്ടോഴ്സ്, സ്റ്റേഡിയത്തിന് മുൻവശം, അരീക്കോട്. 9946632233. വാലേക്കും മുസ്സലാം. ആചാര്യ ഞങ്ങൾ വൈകിയോ? വെരി 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 കേറിയിരിക്കും. വണ്ടി കിട്ടാ അല്പം വൈകി, അതുകൊണ്ടാ ലൈറ്റ് ആയത്. ഇവരൊക്കെ സുക്കൂറിന്റെ ആരാ? ഇത് സുക്കൂറിന്റെ അമ്മോൻ, ഇത് സുക്കൂറിന്റെ അളാപ്പ. പിന്നെ ശുക്കൂറിനെ കൊണ്ടെന്റെ ആവശ്യം എന്തിന്? ഓനെ ഞാൻ ദിവസം 33 പ്രാവശ്യം കാണുന്നതല്ലേ. മോളെന്തിനാ പഠിക്കുന്നേ? ഓള് ഇക്കൊല്ല ഡിഗ്രി ഫസ്റ്റ് ഇയറിനാണ്. അല്ല, ഓളിപ്പോ ഏത് കോളേജിലാ? എന്താ അതിന്റെ പേര്? നമ്മളെ സ്റ്റാൻഡിന്റെ മേലുള്ള നമ്മളെ എമിനന്റെ. അതന്നെ എലിമെന്റ്. പിന്നെ ഞങ്ങള് പോന്നത് എന്തുകൊണ്ടാണെന്ന് അളയാൻ കിടപ്പിലായതൊക്കെ അത് നല്ല കഥ, അനക്കൊന്ന് കേൾക്കണോ? ഓനും ഞാനൊക്കെ പണ്ട് കോപ്പിലെത്ര പണിക്ക് പോയതാ. ചെറുപ്പക്കാരായ ഞങ്ങളോട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അന്നിൻ്റെ ഓള് രണ്ടാമത്തേനെ പെറ്റെടുക്കുക. അന്ന് ഉച്ചക്കഞ്ഞി എനിക്കുള്ളതും കൂടി ഓനല്ലേ കൊണ്ടുവരല്. അപ്പൊ ഞങ്ങളെ